കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഭയചകിതരും ദുഃഖിതരുമായ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ആരെങ്കിലും സുവിശേഷം കേട്ട് വിശ്വസിച്ച് അംഗീകരിക്കുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. കാരണം ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, അവൻ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നു, അവൻ ഭാഗ്യവാനാണ്. അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു, അവരെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നു. വിശ്വാസം കർത്താവിൻ്റെ വചന കേൾവിയാലാണ് ഉണ്ടാകുന്നത്. സർവ്വമാനവരാശിക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ച് സ്വയം യാഗമാക്കപ്പെട്ടു, അടക്കപ്പെട്ടു, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ച് ദൈവവേദനായി തീർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?